കുമാറിൻ്റെ കുടുംബത്തിൻ്റെ അതായത് BJP പ്രതിനിധിയായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലെ അവരുടെ ഒരു സ്ഥാപനത്തിൽ നടന്നൊരു ക്രമക്കേട്, പണമിടപാടുകളുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു, അല്ലെങ്കിൽ വിഷയങ്ങളായിരുന്നു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് 4 പേര് വരുന്ന അല്ലെങ്കിൽ 4 പേരടങ്ങുന്ന സ്ത്രീകൾ, പാവം കുട്ടികൾ, അവരവിടെ ജോലിക്ക് നിന്നിരുന്നു. ദിയ കൃഷ്ണകുമാർ പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നൊക്കെ പേയ്മെൻറ്റ് വാങ്ങി, ദിയയുടെ അറിവോട് കൂടി തന്നെയായിരുന്നു അവരത് വാങ്ങിയെന്നുള്ളത് അവർ ആണയിട്ട് പറയുമ്പോഴും അതങ്ങനെയല്ല, ഇത് ഇവർ തിരിമറി നടത്തിയതാണെന്ന് ദിയ കൃഷ്ണ അത് സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടു. പ്രതി എന്ന പേരിൽ അറിയപ്പെട്ട അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നു. അവരുടെ കുറേ പ്രസ്താവനകളുടെ വാദപ്രതിവാദങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഈ കുറേ നിരന്തരമായിട്ടുള്ള ഇവരിങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഇവരെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിലൊക്കെ ആക്കിയെടുത്തതാണ്. കൃഷ്ണകുമാറും കുടുംബവും തങ്ങളെ അവഹേളിച്ചു, മുക്കുവത്തികളല്ലേ, നിങ്ങൾ ഈ രീതിയിലുള്ള പണികൾ ചെയ്താൽ പോരെ, എന്തിനാണ് നിങ്ങൾ ഈ പണിക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവർ ഈ പേയ്മെൻറ്റ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഫോട്ടോ എല്ലാം ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു. അങ്ങനെയൊക്കെ പേടിപ്പിച്ചപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കേസ് കൊടുക്കാമെന്ന് വെച്ചത്. ഞങ്ങൾ കേസ് കൊടുക്കേണ്ട, ഇവരും